എന്താണ് മന്ത്രി പറഞ്ഞത് വീട്ടുകാരോട്? പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് പിന്നെ കടുവനെ വെടിവെച്ച് കൊല്ലം തന്നെ ഓർഡർ, മയക്കുവെടിയല്ല, ഓർഡർ അടക്കം ഇവിടെ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ മന്ത്രി പറഞ്ഞു ഷൂട്ട് ചെയ്ത് കാണുന്ന അവിടെ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കാൻ. മന്ത്രിയുടെ കൂടെ അവിടെ വീട്ടിന്റെ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. മന്ത്രി ജോലി നൽകുന്നോ ജോലി നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായി പറഞ്ഞ വ്യവസ്ഥ പ്രകാരമുള്ള ജോലിയും കാര്യങ്ങളും ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കടുവനെ കണ്ടു കഴിഞ്ഞാൽ കാണുന്ന അവിടെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലാനും പറഞ്ഞിട്ടുണ്ട്. അല്ല, ആർക്കൊന്നല്ല, അവർക്ക് മയക്കുവെടി വെച്ചിട്ടോ കൂട് വെച്ചോ കൂട് വെച്ച് കിട്ടിയാലും എങ്ങനെയായാലും കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ കൊല്ലാന്നുള്ള ഓർഡറാണ്. തീർച്ചയായും മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മയക്കുവെടി വെച്ചോ കൂട് വെച്ചോ കടുവയെ പിടികൂടുക എന്നതല്ല, കാണുന്ന മാത്രയിൽ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനമുണ്ട് എന്ന് മന്ത്രി കുടുംബാംഗങ്ങളെ അറിയിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും അത് സംബന്ധമായ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. അങ്ങനെ കാണുന്ന മാത്രയിൽ വെടിവെച്ച് കൊല്ലാൻ SOP പ്രകാരം കഴിയുമോ? ഇപ്പോൾ നരഭോജി എന്ന തരത്തിൽ ഇതിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നരഭോജി എന്ന രീതിയിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് മയക്കുവെടി വെക്കാതെ ഇതിനെ നേരെ വെടിവെച്ച് കൊല്ലാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക തന്നെയാണ് ചെയ്യുക എന്ന് ഉറപ്പ് നൽകി എന്നാണ് നമ്മൾ അറിയുന്നത്. കുടുംബാംഗങ്ങൾ ഇവിടെ ചർച്ചയിൽ ഉണ്ടായിരുന്ന ആളുകൾ നമ്മോട് സംസാരിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുക എന്നതിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ജോലി നൽകുമെന്നത് നേരത്തെ തന്നെ തത്വത്തിൽ തീരുമാനമായതാണ്. ആ ജോലിയുടെ ഓർഡർ ഇറങ്ങുക എന്നത് വളരെ വേഗത്തിൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് അറിയുന്നത്. എന്തായാലും ഇപ്പോൾ മന്ത്രി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് മന്ത്രിക്ക് വീട്ടിലെത്താനായത്. അതിനുശേഷം ഇപ്പോൾ അല്പനേരം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രി. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോകുന്നത് ഗസ്റ്റ് ഹൌസിലേക്കാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഈ പ്രതിഷേധക്കാരുമായി ഗസ്റ്റ് ഹൌസിൽ വെച്ച് ചർച്ച നടത്താം എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഗസ്റ്റ് ഹൌസിലേക്ക് തന്നെ നീങ്ങും എന്നാണ് നമ്മൾ കരുതുന്നത്. രാധയുടെ ബന്ധുക്കൾ മക്കളാരെങ്കിലും ഇവിടെ ഇത് ഒന്ന് വിളിക്കും. ഇതാരാ? രാധയുടെ ചേച്ചി. എന്തൊക്കെയാണ് മന്ത്രി വന്നപ്പോ പറഞ്ഞത്? മന്ത്രി വന്നിട്ട് പറഞ്ഞു പിന്നെ വെടിവെച്ച് പറഞ്ഞു ഓർഡർ അങ്ങനെയാ കിട്ടിയത്. വെടിവെച്ച് നിങ്ങൾ കൊല്ലണം, അല്ലെങ്കിൽ മയക്കുമരുന്ന് വെടിവെച്ചിട്ട് അങ്ങനെ കാട്ടിൽ വേറെ ഇടരുത്, കൊല്ലണം തന്നെ. പിന്നെ ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ആർക്കാണ് ജോലി നൽകുന്നത് എന്തെങ്കിലും പറഞ്ഞോ? ജോലി മക്കൾക്ക് ജീവിക്കണ്ടേ? രണ്ട് മക്കളില്ലേ, മക്കൾക്ക് ജീവിക്കണ്ടേ? അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് നൽകി. അതിൽ എഴുതിച്ചിട്ടുണ്ടല്ലോ. ഏതായാലും കുടുംബാംഗങ്ങളുമായി മന്ത്രി സംസാരിച്ചു. അതിൽ നിന്ന് ഇവർക്ക് തൃപ്തികരമായ രീതിയിലുള്ള ഒരു പ്രതികരണം. മന്ത്രിയുടെ പ്രതികരണത്തിൽ തൃപ്തിയുണ്ട്, പൂർണ്ണമായും തൃപ്തിപ്പെട്ടു. ഏതായാലും ഈ കുടുംബത്തെ കൂടെ നിർത്താൻ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിനൊടുവിലാണ് മന്ത്രി വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ ഈ കുടുംബാംഗങ്ങൾ പൂർണ്ണമായും തൃപ്തരാണ് മന്ത്രിയുടെ വാഗ്ദാനങ്ങളിൽ എന്നത് നമുക്ക് കാണാൻ കഴിയും. മന്ത്രി ഇവരുടെ ജോലിയുടെ കാര്യത്തിൽ ഇവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രി പറയുന്ന ഒരു കാര്യം, കടുവയെ വെടിവെച്ച് കൊല്ലും, മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ കൂട് വെച്ചോ പിടികൂടുക എന്നതല്ല, ഈ കാണുന്ന മാത്രയിൽ തന്നെ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടികളിലേക്കാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളത് കുടുംബത്തിന് എന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ, മന്ത്രിയുമായി സംസാരിച്ച കുടുംബാംഗങ്ങൾ നമ്മോട് പറഞ്ഞത്. ഏതായാലും വലിയ പ്രതിഷേധം നമ്മൾ ഇവിടെ കണ്ടിരുന്നു. വീട്ടിലേക്ക് മന്ത്രി എത്തുന്നതിന് മുമ്പ് വലിയ തരത്തിൽ റോട്ടിൽ കിടന്നും കുത്തിയിരുന്നും ഒക്കെ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. പലതരത്തിൽ ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. വലിയ പോലീസ് സന്നാഹത്തോടുകൂടിയാണ് മന്ത്രി വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്ന പ്രതിഷേധമായിരുന്നു മന്ത്രിക്ക് നേരിടേണ്ടി വന്നത്. ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിൽ ഒരു മന്ത്രി ഇത്തരത്തിലുള്ള കടുത്ത പ്രതിഷേധത്തിന് നടുവിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. ഒരു സമീപകാലത്തൊന്നും അത്തരത്തിൽ നമുക്ക് അനുഭവങ്ങളില്ല. അത്രയും കടുത്ത പ്രതിഷേധങ്ങൾക്ക് നടുവിലേക്കാണ് മന്ത്രി വന്നിറങ്ങിയത്. പക്ഷേ വാഹനത്തിൽ നിന്നിറങ്ങാതെ, വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ ഏറെ നേരം സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഒരുപക്ഷെ
മറ്റൊരു സന്ദർഭമായിരുന്നെങ്കിൽ, സാഹചര്യമായിരുന്നെങ്കിൽ പോലീസ് ലാത്തിപ്രയോഗം നടത്തി, ലാത്തിച്ചാർജ് നടത്തി ആളുകളെ മാറ്റുമായിരുന്നു. പക്ഷേ ഒരു മരണം നടന്ന പ്രദേശമാണ്, ജനങ്ങൾ അതിവൈകാരികമായി നിൽക്കുന്ന പ്രദേശമാണ്. ആ നരഭോജി കടുവ ഇപ്പോഴും പിടികൂടപ്പെടാതെ നാട്ടിലെവിടെയോ കറങ്ങി നടക്കുന്നു എന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ബലപ്രയോഗത്തിന് പരിമിതികളുണ്ട്. അത് വലിയ തരത്തിൽ സർക്കാരിനെതിരെയും മന്ത്രിക്കെതിരെയും പ്രതിഷേധത്തിന് കാരണമാകും എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാതിരുന്നത് എന്നത് നമ്മൾ കാണും. എന്തായാലും കടുത്ത പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നിപ്പോൾ വീട്ടിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന